ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇതിനു മുന്നേ ഞാൻ ഇറങ്ങിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ടോപ്പ് 5 കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ പുറത്തായിരിക്കുന്നത്. അത് പുറത്തത്തെ കളിയും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അകത്തുള്ളവർ ഡിസേർവിംഗ് അല്ല എന്നല്ല, അകത്ത് ഇപ്പോഴും ഡിസേർവിംഗ് ആയിട്ടുള്ളവരുണ്ട്. ഇനിയും ഈ വീണ്ടും ആ ഡിസേർവിംഗ് ആയിട്ടുള്ളവരൊക്കെയാണ് പിന്നെയും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് അർപ്പില്ലാണ്ടായി ഇപ്പം. അല്ല, വേറൊന്നുമില്ല. ഇപ്പം റസ്മീൻ ഇറങ്ങിയ സമയത്താണെങ്കിലും ഇതേ ഞെട്ടല് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്ന എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ ഞെട്ടി, സത്യമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇതല്ലല്ലോ നമുക്ക് കപ്പ് കിട്ടുക എന്നുള്ളത് എല്ലാവരും ഡ്രീമാണ്. അവിടെ നിന്ന് 25 പേരുടെയും ഡ്രീമാണ്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലം നിങ്ങളുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ലാന്ന്. ഇറങ്ങുന്ന ആൾക്കാരോട് നിങ്ങളെ നന്നായിട്ട് കളിച്ചു, അയ്യോ നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങേണ്ട ആളല്ലായിരുന്നു എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾ അത്രയും എന്താ പറയാ, അതാണ് ഞങ്ങളുടെ സക്സസ്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ എന്തായാലും നല്ല കണ്ടസ്റ്റന്റിനെ ഏഷ്യാനെറ്റ് അവിടെ നിർത്താനല്ലേ നോക്കുള്ളൂ. അവർ പോലും വിചാരിച്ചില്ല. റസ്മിൻ പുറത്ത് വന്നിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തോന്നിയതായിരിക്കും. ഞാൻ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല. എനിക്ക് കാണുമ്പോൾ നല്ല സങ്കടമായിരുന്നു. അവിടെ ഇവര് ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഞാനപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയാം. അപ്പൊ ഞാൻ വേണ്ട, ഇനി കണ്ടാൽ ശരിയാവില്ല, സങ്കടം വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു. എവിക്ഷൻ എപ്പിസോഡ് മാത്രമാണ് ഞാൻ കണ്ടത്, വേറെ ഒന്നും കണ്ടില്ല. എന്നെ കാണാൻ ഓടി വന്നില്ലേ? അല്ല, ഈ ബന്ധം എങ്ങനെയാ വന്നേ? എനിക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും പ്യുവർ സോളായിട്ട് തോന്നി, ഭയങ്കര ജെന്യൂനായിട്ട് തോന്നിയ ഒരാൾ റസ്മിനാണ്. ഭയങ്കര സത്യസന്ധയാണ്. അവള് കാണിച്ചൊക്കെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര സത്യസന്ധ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കയ്യിൽ നിന്ന് പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ഭയങ്കര സത്യസന്ധമായ ഒരു കുട്ടിയാണ്. റസ്മിനെ പറ്റിയുള്ള പരാതി പറയുന്നത്, റസ്മിനെ എല്ലാവരും മനസ്സറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്ന പറയുന്നത്, മനസ്സറിഞ്ഞ് അവരുടെ കൂടെ ആയി പോകുന്ന പറഞ്ഞ് റസ്മിൻ്റെതായ ഒരു രീതിയിലുള്ളൊരു ഇതുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ കേട്ടിരിക്കുമ്പോ എന്താ പറയുക, മറ്റുള്ളവരുടെ വിഷമങ്ങളും റസ്മിൻ മനസ്സിലാക്കും. അത് ചെറുതായിട്ട് അങ്ങനെ ആയിപ്പോയി. പക്ഷെ തിരിച്ച് ട്രാക്കിലേക്ക് വന്നതാണ്. അപ്പോഴേക്കും ജനങ്ങൾ നല്ല വ്യക്തി ആയതുകൊണ്ട് അതാണ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ കൊണ്ടുപോകാം.